ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നല്ല കമൻസുകളും കിട്ടുന്നുണ്ട്. ആ കമൻസ് കാണുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഞാൻ ഒരുപാട് നല്ല മരുന്നുകളുടെ റെസിപ്പീസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വേറെ അധികം എക്സ്ട്രാ മരുന്നുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഇന്ന് കാണിക്കാൻ പോണ മട്ടൻ കറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള മട്ടൻ കറിയല്ല. നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ് ഇന്ന് കാണിക്കണത്. പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് എല്ലാം സ്പെഷ്യലാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്ത ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമല്ലി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പച്ചമല്ലിയാണ് യൂസ് ചെയ്യേണ്ടത്. വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയല്ല. മല്ലിപ്പൊടിയും വറുക്കാൻ പാടില്ല, മല്ലി വറുത്തിട്ടും പൊടിക്കാൻ പാടില്ല. പച്ചമല്ലി നല്ലോണം ഉണക്കിയിട്ട് പൊടിക്കുകയാണ് ചെയ്യണേ. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ മുളക് പൊടി ഇടരുത്, നമ്മൾ കുരുമുളക് അവിടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്, പെരുംജീരകം അല്ലാതെ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കാണെങ്കിൽ നിങ്ങൾ 1-1.5 ടീസ്പൂൺ വരെ ഉലുവ ഇട്ടെടുക്കുക. പാകത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ മട്ടൻ വേവുമ്പോഴത്തേനും അതിലെ വെള്ളം കൂടി അതിൽ ഇറങ്ങും. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ടൊരു 100 ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നുറുക്ക് അല്ലെങ്കിൽ ചതക്ക് ഒന്നും വേണ്ട കേട്ടോ, അങ്ങനെ ചേർത്താൽ മതി. ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ എടുക്കാം കേട്ടോ. കാരണം പ്രസവിച്ചടക്കുന്ന അമ്മമാർക്ക് എത്രയും ചെറിയ ഉള്ളി വയറ്റിൽ പെടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവയും ചെറിയ ജീരകവും ഒക്കെ നല്ലോണം കഴിക്കേണ്ടത് ആവശ്യമാണ്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി കൂടുതൽ ഇട്ടാൽ അത്രയും ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി. ഇനിയിപ്പോൾ ഇതിൽ നിന്നല്ല, എന്തിൽ നമ്മൾ കോഴിക്കറി വെക്കുകയാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മിക്സ് ചെയ്യുമ്പോൾ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മട്ടൺ അനുസരിച്ചിട്ട് നിങ്ങൾ വേവിക്കുക. ഇനി ഇത് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എടുക്കാം, ഇതിൽ കുറവും എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വെറും മുളക് പൊടി മാത്രമേ ഉള്ളൂ എരിവിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഇഞ്ചിയും ചതച്ചയിലൊന്നും അധികം കൂടുതൽ എരിവിനുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിലിപ്പോൾ മെയിനായിട്ട് എരിവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല പോലെ രണ്ടും കൂടി നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് ഈ കറിയിൽ എരിവ് കിടക്കുന്നത് ഈ കുരുമുളക് പൊടിയിലാണ്. അപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് തീരെ ആവശ്യമില്ലാത്തവർക്ക് ഇതിലും കുറക്കാം, ഇനി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂട്ടുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇഞ്ചി അധികം ചേർക്കുന്നില്ലേന്നൊക്കെ. ഇഞ്ചി വയറ്റിൽ പെടണം ശരിക്ക്, പക്ഷേ ഈ കറിയിൽ ഇഞ്ചി ഇടൂല, അത് നമ്മൾ വരട്ടണയിലാണ് ഇഞ്ചിയൊക്കെ ഇടുക. ഇതുപോലെ നന്നായിട്ട് തൂമിച്ചതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി നിങ്ങൾക്ക് കറി ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്, കുറുക്കത്തിലുള്ള കറിയല്ല വേണ്ടേ, നമുക്ക് സൂപ്പൊക്കെ വെക്കുന്ന പോലെ കുറച്ചൊരു ലൂസ് വേണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം കറിയിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. കറി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലൂസാക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ കറി ലൂസാക്കി എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ലൂസാണ് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങ് കുറുകി പോവരുത് എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് ലൂസാവുകയും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.